ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ബിഗ് ബോസ് അപ്ഡേറ്റ് നോക്കാട്ടോ. അപ്പോൾ ഇന്ന് ലൈവിലുണ്ടായി ചെറിയൊരു വാക്ക് തർക്കം ഷാനവാസും ബിന്നി ആയിട്ടുള്ളത്. അതിനകത്ത് ചുമ്മാ ആവശ്യമില്ലാതെ ഓരോരുത്തരെയൊക്കെ വലിച്ചഴിച്ച് ആവശ്യമില്ലാത്തൊരു ടോക്കിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ. രാവിലെ ചപ്പാത്തി പരത്തി കൊടുത്തിട്ട് എല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷം ലേറ്റ് ആയിട്ടാണ് നമ്മുടെ ഷാനവാസ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും പുള്ളിക്കാരന് 2 ചപ്പാത്തി കൊടുത്തിട്ടുള്ളായിരുന്നു, എക്സ്ട്രാ വെച്ചിട്ടില്ല. അപ്പോൾ ഷാനവാസ് അവിടെ ചോദിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കാൻ അതിൽ എല്ലുമുറേ പണിയെടുത്ത് ഞാൻ ഫുഡ് പണിയെടുത്തിട്ട് എനിക്കൊരു എക്സ്ട്രാ വെക്കാഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിന്നി പറയുന്നുണ്ട്, സമയത്ത് കഴിക്കാൻ വേണം, ഞങ്ങൾ എല്ലാവരും 2 ചപ്പാത്തി എടുത്തിട്ടുള്ളൂ, എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ സമയത്ത് വരണമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, ഞാൻ അത്രയും പണിയെടുത്തിട്ടാണ് ഞാൻ ലേറ്റ് ആയത്, എനിക്ക് ഒരെണ്ണം കൂടെ വെക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് അടിയാവുന്നുണ്ട്. അപ്പോൾ ബിന്നി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബിന്നി അവസാനം ഒരു ഡയലോഗിനകത്ത് പറയുന്നുണ്ട്, വീട്ടിൽ ഭാര്യ എടുത്ത് ഫുഡ് മാറ്റി വെക്കുന്ന പോലെയൊന്നും ഞാനിവിടെ ആർക്കും ഫുഡ് എടുത്ത് മാറ്റി വെക്കത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഷാനവാസ് എൻ്റെ വീട്ടിൽ പറയുന്നത്, എൻ്റെ ഭാര്യ പറയുന്നത്, എൻ്റെ മക്കളെ പറയുന്നതുകൊണ്ട് വിഷയമാക്കുന്നുണ്ട്. ശരിയാണ്, അവിടെ ഭാര്യ പറയേണ്ട കാര്യമില്ല. പക്ഷേ പുള്ളിക്കാരി പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിലാവുമ്പോൾ നമ്മുടെ ഭർത്താക്കന്മാർക്ക് ഫുഡ് കഴിക്കാൻ ഇപ്പോൾ ഇൻ കേസ് ആ സമയത്തില്ലെങ്കിൽ നമ്മൾ ഇച്ചിരി മാറ്റിയൊക്കെ വെക്കും അല്ലേ. ചിലപ്പോൾ 2 എണ്ണം കഴിക്കുന്നെങ്കിൽ 2 എണ്ണം മാറ്റി വെക്കും, 3 എണ്ണം ആണെങ്കിൽ 3 എണ്ണം മാറ്റി വെക്കും, എക്സ്ട്രാ ഒരെണ്ണം കൂടെ അഡീഷണൽ വെച്ചിരിക്കും. പുള്ളിക്കാരി അതേ ഉദ്ദേശമല്ല, അത് അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലല്ല പറഞ്ഞത്. പക്ഷേ അവിടെ വെറുതെ ഭാര്യ കൊണ്ടുവരേണ്ട ആ കാര്യം എനിക്കും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം കുറേ ടോക്കിന് ശേഷം ഷാനവാസ് പറയുന്നുണ്ട്, നിന്റെ വീട്ടിൽ ഒരുത്തനുണ്ടല്ലോ, അപ്പോൾ അവനോട് പറയുന്ന പോലെയൊന്നും എന്നോട് പറയണ്ട എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അപ്പോൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവിനെ വിളിച്ച് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതൊരു ചെറിയ പ്രശ്നമാണ് അല്ലേ. പുള്ളിക്കാരൻ നല്ല രീതിയിൽ മേ ബി ആളായിരിക്കും ചപ്പാത്തി പരത്തി കൊടുത്തിട്ട് ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഏൽപ്പിച്ചിട്ട് ആൾ പോയിട്ട് വന്നതിന് ശേഷം അത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് 2 എണ്ണം വെച്ചുള്ള 1 എണ്ണം പോലെ എക്സ്ട്രാ വെച്ചില്ല എന്നുള്ളൊരു ഖേദമായിരിക്കാം. പക്ഷേ അവിടെ ബിന്നി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഫുഡ് കൊടുത്തു, ആ സമയത്ത് മാറ്റി വെക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു കാണില്ല, എല്ലാവർക്കും കൊടുത്തു. അതിനുശേഷം ഈ ടീമിലുള്ളവരെല്ലാവരും 2 എണ്ണം വെച്ചിട്ടാണ് കഴിച്ചിട്ടുള്ളത്, ബാക്കിയുള്ളവർക്കെല്ലാം കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ ബിന്നിക്ക് വേണമെങ്കിൽ ഒരെണ്ണം മാറ്റി വെക്കാമായിരുന്നു. പക്ഷേ പുള്ളിക്കാരി മേ ബി അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ആ സമയത്ത് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ ഷാനവാസ് അവിടുത്തെ സിറ്റുവേഷൻ അറിയാവുന്നതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ വന്നിരുന്ന് കഴിക്കേണ്ടിയിരുന്നു അല്ലേ, വെറുതെ ഒരു പ്രശ്നത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡിൻ്റെ പ്രശ്നങ്ങളാണ് ബിഗ് ബോസിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ എന്ത് പറഞ്ഞാലും വീട്ടുകാരെ വിളിക്കുന്നത്, പ്രത്യേകിച്ച് ഷാനവാസിൻ്റെ നാക്ക്. പുള്ളിക്കാരൻ ബാക്കി എല്ലാ കാര്യത്തിലും അടിപൊളിയാണ്, പക്ഷേ ചില സമയത്ത് നാക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. ബിന്നി വീട്ടുകാരെ പറഞ്ഞ രീതി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഷാനവാസ് പറഞ്ഞത് വേറൊരു രീതിയിലാണ്. അവിടെ വീട്ടുകാരെ പറഞ്ഞപ്പോൾ രോക്ഷാകുലനായത് ഷാനവാസാണ്, പക്ഷേ പുള്ളിക്കാരി പറഞ്ഞ സെൻസ് വേറെയായിരുന്നു. പക്ഷേ ഷാനവാസ് പറഞ്ഞത് വേറെ രീതിയിലാണ്. ഷാനവാസ് ബിന്നിയെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഡയലോഗ് ഏകദേശം നമ്മൾ വീട്ടിലിരിക്കുന്നവരെ പറയുന്ന രീതിയിലായിരുന്നു. പക്ഷേ ബിന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ പുള്ളിക്കാരൻ എന്തും പറയാം, അല്ലെങ്കിൽ വേറെ ആരും ഒന്നും പറയരുതെന്നുള്ള രീതി. ചില സമയത്ത് ഷാനവാസ് ബാക്കി എല്ലാ കാര്യത്തിലും അടിപൊളിയാണ്. ചില രീതികൾ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്, പ്രത്യേകിച്ച് നാക്ക്. ചില സംസാരം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ അവിടെ നിൽക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വേണം. എങ്കിലും ഈ നാക്കും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പുള്ളിക്കാരൻ അടിപൊളിയായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ഫൈറ്റ് പിന്നോണിയിൽ വന്നിട്ട് കോംപ്രമൈസ് ചെയ്ത് വിടുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഷാനവാസാണോ അല്ലെങ്കിൽ ബിന്നിയാണോ, ആരാണ് റൈറ്റ്, അല്ലെങ്കിൽ അവർ പറഞ്ഞതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.